നമസ്കാരം കൂട്ടുകാരെ. പൊന്നോണത്തിന് ഇനി അധിക നാളില്ല. ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള സമയമായി. മലബാറിൽ ഇഞ്ചിപ്പുളിയാണെങ്കിൽ തിരുവിതാംകൂറിൽ അത് ഇഞ്ചിക്കറിയാണ്. തൊലി കളഞ്ഞ ഇഞ്ചി ഒരേ കനത്തിൽ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെക്കണം. അതിനോടൊപ്പം ചുമന്നുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞു മാറ്റി വെക്കണം. ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ വട്ടത്തിലരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഇഞ്ചി അങ്ങനെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് ഒരു ഗോൾഡൻ നിറം കഴിഞ്ഞ് കറുത്ത നിറം എത്തുന്ന പരുവത്തിൽ വറുത്ത് കോരി മാറ്റി വെക്കണം. എണ്ണയൂറിയ നല്ല ക്രിസ്പിയായ കറുത്ത ഇഞ്ചി ഒരു മിക്സിയിൽ വെള്ളം തൊടാതെ നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. ഇഞ്ചിക്കറിക്ക് നല്ല കറുത്ത നിറം കിട്ടാനായാണ് ഇങ്ങനെ വറുത്ത് പൊടിക്കുന്നത്. ഇഞ്ചി വറുത്ത അതേ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വത്തൽ മുളകും കറിവേപ്പിലയും ഇട്ട് താളിക്കണം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചുമന്നുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിക്കണം. ഇഞ്ചിക്കറിയുടെ മസാലയ്ക്കായിട്ട് കാശ്മീരി മുളക് പൊടിയും വറുത്ത ഉലുവാപ്പൊടിയും കായപ്പൊടിയുമാണ് വേണ്ടത്. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന പരുവത്തിൽ ഈ മസാലപ്പൊടി ചേർത്ത് ചെറിയ ചൂടിൽ മെല്ലെ മെല്ലെ ഇളക്കി പിഴിഞ്ഞ പുളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിക്കണം. പുളിവെള്ളവും ഉള്ളി മസാലയും ചെറിയ ചൂടിൽ അങ്ങനെ തിളച്ച് കൊഴുത്ത് നല്ല സ്മൂത്ത് പരുവത്തിൽ വരും. കറി നന്നായിട്ട് തിളച്ച് പുളിയുടെ പച്ച വാസന മാറുന്ന നേരം വറുത്ത് പൊടിച്ച ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരൽപ്പം ശർക്കര കൂടി ചേർത്ത് ഇളക്കി വാങ്ങി വെക്കാം. പഴയ കാലത്ത് സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷമുള്ള സുഖചികിത്സാ സമയത്ത് ഉച്ചഭക്ഷണത്തിനോടൊപ്പം കൊടുത്തിരുന്ന കറിയാണിത്. തിരുവോണത്തിന് 3 നാൾ മുന്നേ ഇത് ഉണ്ടാക്കി വെക്കാം. ഉപ്പും പുളിയും മധുരവും എരിവും കയ്പും ചവർപ്പും കലർന്ന അതീവ രുചികരമായ ഈ കറി അധിക നാൾ കേടുകൂടാതെ ഇരിക്കും. തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.